ഹലോ, ഇന്ന് നമ്മൾ കുറച്ച് കേര ചൂര നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ചിപ്പിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേര ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മസാല എടുക്കാം. നമ്മളിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 2-3 ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഞാൻ വെള്ളം ചേർക്കാതെ കുറച്ച് വെളിച്ചെണ്ണയാണ് മിക്സ് ചെയ്യാൻ എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഈ മസാലയൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനതൊരു അല്പം വിനെഗറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടേ, നമുക്കല്ലെങ്കിൽ നാരങ്ങ നീരും ചേർക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടി എടുത്തത്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കേര ഇട്ട് മിക്സ് ചെയ്ത് മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, പലരും പല എണ്ണകൾ ഉപയോഗിക്കുന്നു, പക്ഷേ നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ കാര്യത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വേറെ ഒരു എണ്ണയും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മൾ ഈ മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാവും, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു മണവും ഒക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ സൈഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് റെഡിയായി വന്നപ്പോഴേക്കും ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി കുറച്ച് സവാളയും കൂടെ ഗാർണിഷ് ചെയ്ത് നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.